നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്നെ ചതിച്ച ഒരുത്തന്റെ കൂടെ നീ ഇറങ്ങി പോകുമ്പോ എന്റെ വാക്കിന് നീ ഒരു വിലയും കൽപ്പിച്ചില്ല. നിനക്ക് വിശ്വാസം അവനെ. ഒടുവിൽ സംഭവിച്ചെന്താണെന്ന് നീ മറന്നിട്ടില്ലല്ലോ. നിന്റെ രക്ഷയ്ക്ക് ഞാൻ തന്നെ വരേണ്ടി വന്നു. നിന്റെ ജീവിതത്തിൽ സംഭവിച്ചത് അവളുടെ ജീവിതത്തിൽ ആവർത്തിക്കരുതെന്ന് കരുതി. ഇന്നീ കാണുന്ന സമ്പത്തൊക്കെ ഞാൻ ഒറ്റയ്ക്ക് അധ്വാനിച്ചുണ്ടാക്കിയത്. എന്നാലും നിന്റെ കാര്യത്തിലും എനിക്ക് ചില കരുതലുകളുണ്ട്. അത് താമസിയാതെ നിനക്ക് മനസ്സിലാവും. കിട്ടാനുള്ള അവകാശങ്ങളൊക്കെ നിനക്ക് കിട്ടുക തന്നെ ചെയ്യും. ഞാനതൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല ഏട്ടാ. നിനക്ക് ഓർമ്മയുണ്ടോ കാഞ്ചനെ? ഒരിക്കൽ അവളുടെ ജീവിതം തകർച്ചയുടെ വക്കിലെത്തിയപ്പോൾ ഞാനത് തിരിച്ചു പിടിച്ചു. യോഗ്യനായ ഒരാളെ ഏൽപ്പിച്ചു. നിരഞ്ജനെ വിവാഹം കഴിക്കാൻ ഞാൻ അവളെ നിർബന്ധിച്ചു എന്നുള്ളത് സത്യം തന്നെയാണ്. അതെല്ലാം അവളുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമായിരുന്നു. അന്ന് ഈ വിവാഹം നടന്നില്ലായിരുന്നെങ്കിൽ അവളിപ്പോഴും ജയിലിനകത്ത് തന്നെ കിടന്നേനെ. അതൊക്കെ കഴിഞ്ഞില്ലേ ഏട്ടാ? എല്ലാം കഴിഞ്ഞു എന്ന് പറയാറായിട്ടില്ല. അന്ന് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരെയൊന്നും അന്വേഷിക്കാൻ ഞാൻ പോയിട്ടില്ല. പക്ഷേ അവരൊക്കെ നിശബ്ദരായി ഒന്നും ഞാൻ കരുതുന്നില്ല. ഈ സ്വത്തുക്കളൊക്കെ കൈകാര്യം ചെയ്യാനുള്ള പക്വത ഇപ്പൊ അവൾക്കുണ്ടോ? ഇതൊക്കെ അവളുടെ പേര് എഴുതി കൊടുത്താൽ സ്വത്തുക്കൾ മാത്രമല്ല, എല്ലാം അവൾ തകർത്ത് തരിപ്പണമാക്കും. അതുണ്ടാവാതിരിക്കാൻ ഞാൻ ചില കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഏട്ടൻ വിൽപ്പത്രം എന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? നീ ഈ ചോദിക്കുന്നതൊക്കെ അവൾക്ക് വേണ്ടിയാണെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. നീ ഒരു കാര്യം അവളോട് പറഞ്ഞാൽ അവൾ എത്ര പ്രശ്നം ചെലുത്തിയാലും